പോകുന്നത് കൂരിയാട്ടേക്കാണ്. അവിടുത്തെ വിഷയം നമുക്കറിയാവുന്നത് തന്നെയാണ്. ദേശീയപാത പൊളിഞ്ഞതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. വിദഗ്ധ സംഘം വന്ന് പരിശോധിക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ഈ വിദഗ്ധ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഇടിഞ്ഞ ഭാഗത്ത് പൂർണ്ണമായും പുനർനിർമ്മാണം വളരെ അത്യാവശ്യമാണ് എന്ന് തന്നെയാണ് അവിടെ വന്ന് പരിശോധിച്ച ഈ വിദഗ്ധ സംഘം പറയുന്നത്. അതുപോലെ കഴിഞ്ഞ ദിവസം കെ.സി. വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ സന്ദർശനമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. അവിടെയും ഇത്തരത്തിലുള്ള വിശകലനം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു റിപ്പോർട്ട് സമർപ്പിക്കണമെന്നുള്ളൊരു നിർദ്ദേശം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇനി എന്ത് എങ്ങനെ എന്ന് തന്നെയാണ് അറിയേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഈ വീഴ്ച ഇത് ആരുടെ തലയിൽ ആണ് പോയി ചെല്ലുന്നത് എന്നുള്ളതുമാണ്. നൗഫൽ, ഈ പറഞ്ഞതുപോലെ വിദഗ്ധ സംഘം ഇപ്പോൾ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ കൃത്യമായി തന്നെ പരാമർശിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഇത് കേന്ദ്രത്തിൻ്റെ തലയിലിടാൻ സംസ്ഥാനവും സംസ്ഥാനത്തിൻ്റെ തലയിലിടാൻ കേന്ദ്രവും കളിക്കുകയാണല്ലോ. അല്ല, സംസ്ഥാനത്തിൻ്റെ തലയിലിടാനൊന്നുമില്ല. കാരണം കേന്ദ്രം നിയോഗിച്ച കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഇത് നിർവഹിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടേതായ തെറ്റുകൾ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട്, നമ്മൾ പൂർണ്ണമായും റിപ്പോർട്ട് നമുക്ക് ലഭിച്ചിട്ടില്ല. വിവരങ്ങൾ അടിസ്ഥാനമാക്കി പറയുകയാണെങ്കിൽ മണ്ണ് പരിശോധന നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ. അത് ഏറ്റവും വലിയ കൊടിയ തെറ്റാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഒരു ഭൂമിയിൽ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപിക്കുമ്പോൾ നമ്മുടെ വീട് ഉണ്ടാക്കുമ്പോൾ പോലും സോയിൽ ടെസ്റ്റ് നടത്തണം എന്നുള്ളതാണ് എഞ്ചിനീയർമാർ പറയുക. ആ മണ്ണിന് എത്രത്തോളം ബെയറിംഗ് കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളത് അത് കാരണം ആ മണ്ണിൽ നമ്മളൊരു ലോഡ് വയ്ക്കുമ്പോൾ ആ ലോഡ് താങ്ങാനുള്ള കപ്പാസിറ്റി ആ മണ്ണിനുണ്ടോ എന്നുള്ള മിനിമം പരിശോധന നടത്തേണ്ടതുണ്ട്. ഈ സ്ഥലത്ത് ഈ മണ്ണിൽ ഈ വെള്ളം കെട്ടി നിൽക്കുന്ന ഈ മണ്ണിൽ 1,00,000 ക്യൂബിക് മീറ്റർ മണ്ണ് തന്നെ 1,00,000 ക്യൂബിക് മീറ്റർ അവിടെ നിക്ഷേപിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ 1,50,000 ക്യൂബിക് മീറ്റർ വസ്തുക്കൾ ഈ മണ്ണിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതെല്ലാം താങ്ങാനുള്ള കപ്പാസിറ്റി ഈ മണ്ണിനുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും മിനിമമായ എഞ്ചിനീയർമാർ ശ്രദ്ധിക്കേണ്ടിയിരുന്നു. പക്ഷേ ആ കാര്യം ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ തെറ്റ് തന്നെയാണ്. അവരെ ഡീബാർ ചെയ്തു എന്നാണ് പറയുന്നത്. ഡീബാറിൻ്റെ സാങ്കേതിക വിഷയങ്ങളൊക്കെ പിന്നീട് ചർച്ച, അവരെ ഇനി ആ കൺസ്ട്രക്ഷൻ തുടർന്ന് ഏൽപ്പിക്കുമോ, ഇനി എല്ലാ കൺസ്ട്രക്ഷനും നിന്ന് അവർ തടയുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വേറെ നിൽക്കുന്നുണ്ട്. എന്തായാലും ഈ മണ്ണിൻ്റെ പരിശോധന നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ തെറ്റാണ്. ഈ മണ്ണിൽ പരിശോധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം, ഞാൻ ഈ വിദഗ്ധരിൽ നിന്നൊക്കെ സംസാരിച്ചപ്പോൾ മനസ്സിലായ കാര്യം, അതിൻ്റെ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞ സംഗതി. അതായത് മണ്ണിൻ്റെ പശമ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ എത്ര ലിക്വിഡ് കണ്ടൻ്റ് ഉണ്ട്, അത് എത്രത്തോളം ഈ മണ്ണ് എങ്ങനെ ഈ അമർന്നു നിൽക്കണമല്ലോ, വീണ്ടും അമർത്തി ഏറ്റവും പരമാവധി അമർത്തി വേണം മണ്ണ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുള്ള കപ്പാസിറ്റി ഈ മണ്ണിന് പശിമ എത്രത്തോളം ഉണ്ട് എന്ന് നോക്കണം. ഈ പശിമ കൂടുകയാണെങ്കിൽ അതിലേക്ക് മണൽ ചേർത്തുകൊണ്ട് ആ പശിമ പരിഹരിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. ആ ഇൻഡെക്സ് പരിഹരിക്കണം എന്നൊക്കെ പറയും. അപ്പോൾ ആ രീതിയിൽ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ അതൊന്നും ഇക്കാര്യത്തിൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതിൻ്റെ മണ്ണിൻ്റെ ബെയറിംഗ് കപ്പാസിറ്റി, ഈ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ്, അതോടൊപ്പം തന്നെ ഇത് താങ്ങാനുള്ള കഴിവ്, അതോടൊപ്പം ഈ വെള്ളക്കെട്ട് ഏത് രീതിയിൽ, ഏതൊക്കെ സമയം, ഏതൊക്കെ കാലാവസ്ഥയിൽ എത്രത്തോളം വെള്ളം ഉണ്ടാകും തുടങ്ങിയ ഒരു പരിശോധനയും നടത്താതെയാണ് അവിടെ ഇത് നടത്തിയെന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമുക്കറിയാം ഈ മണ്ണിൽ ഈ കൺസ്ട്രക്ഷൻ നടത്തിയത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ പലയിടത്തും ഈ NH തന്നെ 2 ഭാഗത്തും കെട്ടി താഴ്ത്തിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കെട്ടി ചേർത്ത് നമ്മൾ കുറേ ഇങ്ങനെ കമ്പി അടിച്ച് കയറ്റിയതും പ്ലാസ്റ്റർ ചെയ്തതും കാണാം. അതിന് ഈ സോയിൽ നെയിലിംഗ് എന്നാണ് പറയുക. നെയിലിംഗ് അതായത് ഈ മണ്ണിലേക്ക് കമ്പി അടിച്ച് കയറ്റിയിട്ട് അതിന് മേലെ പ്ലാസ്റ്റർ ചെയ്തിട്ട്, സൈഡിൽ പ്ലാസ്റ്റർ ചെയ്തിട്ട് ഒരു കമ്പി അങ്ങനെ അടിച്ച് കയറ്റും. അങ്ങനെ നെയിലിംഗ്, സോയിൽ നെയിലിംഗ് എന്നാണ് അതിന് പറയുക. അപ്പോൾ അത് നമ്മുടെ ഭൂപ്രകൃതിയിൽ അത്രത്തോളം യോജിച്ചതാണോ എന്നുള്ളത്. അപ്പം കണ്ണൂരൊക്കെ പലയിടത്തും ഇടിഞ്ഞു താന്നത്, അത്തരം സ്ഥലങ്ങളിലൊക്കെ ഇടിഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം അതും എത്രത്തോളം പ്രാവർത്തികമാകും നമ്മുടെ കാലാവസ്ഥയിൽ നിന്നുള്ളതൊക്കെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇതൊക്കെ വളരെ വിദഗ്ധമായി കുറച്ചുകൂടി വളരെ മൈന്യൂട്ടായിട്ട് ഡിസ്കസ് ചെയ്ത് പരിശോധിച്ച് റിസർച്ച് നടത്തിയിട്ട് ചെയ്യേണ്ടിയിരുന്ന കാര്യമാണ്. നമ്മൾ പലപ്പോഴും ഒരു അസാധാരണമായൊരു വേഗത നമ്മുടെ ഈ കൺസ്ട്രക്ഷനിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സംശയമുണ്ട്. പ്രത്യേകിച്ചും ഈ പ്രധാനപ്പെട്ട സ്ട്രെച്ചിൽ ഈ കൂരിയാട് ഭാഗത്ത് മാത്രമേ കാര്യമായ പണികൾ പൂർത്തിയാകാൻ ബാക്കിയുണ്ടായിരുന്നു. അവിടെ വളരെ പെട്ടെന്ന് തന്നെ അവിടെ ഇത് ചെയ്യാനുള്ള ശ്രമം നടത്തുകയും പെട്ടെന്ന് തീർക്കാൻ വേണ്ടി ശ്രമം നടത്തുകയും ചെയ്തു എന്നാണ് തോന്നുന്നത്. ഇനി ഈ പറയുന്ന വിദഗ്ധ സമിതി പറയുന്നതാണ് 1 കിലോമീറ്റർ ദൂരം റീകൺസ്ട്രക്ട് ചെയ്യണം എന്നുള്ളതാണ്. അത് ഏത് രീതിയിലാണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് റിപ്പോർട്ടിൽ പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. വയഡക്റ്റാണ് സാധ്യത, മേൽപ്പാലമാണ് വേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇനി നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ ദേശീയപാത എപ്പോൾ പൂർത്തിയാകാനാണ്? ഒരു പാലം ഉണ്ടാക്കാനുള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദേശീയപാത ഉണ്ടാക്കാനുള്ള സമയം എന്നാണ്. അതായത് ഇപ്പോൾ 5 പാലമാണ് ആകെ വേണ്ടതെങ്കിൽ 5 പാലം ഒരേ സമയത്താണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ 5 പാലം ഉണ്ടാക്കാനുള്ള സമയം എന്ന് പറഞ്ഞാൽ 1 പാലം ഉണ്ടാക്കാനുള്ള സമയമാണ്.
അതായത് ഒരു പാത ഉണ്ടാക്കാനുള്ള സമയമാണ് ഒരു പാലം ഉണ്ടാക്കാൻ. അപ്പോൾ ഇനിയും ഇപ്പോൾ നമുക്ക് 5 വർഷം എടുത്തുവെങ്കിൽ ഈ വയഡക്റ്റ് ഉണ്ടാക്കാൻ നമ്മൾ 5 വർഷം ഇനിയും കാത്തിരിക്കണം. അപ്പോൾ നമ്മുടെ ഈ പാത എന്ന് പൂർത്തിയാകും? അങ്ങനെ വല്ലാത്തൊരു ചോദ്യം നമ്മൾ മുന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം പാതകം ചെയ്ത ഈ കമ്പനിക്കെതിരെ എന്താണ് ചെയ്യേണ്ടത്? ഇവരെ ഏൽപ്പിച്ച സർക്കാരിനോട് എന്താണ് പറയേണ്ടത്? അതുകൊണ്ട് ശരിക്കും ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. ഇപ്പോഴും നേരത്തെ അമൃത സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനമാണോ കേന്ദ്രമാണോ എന്ന തർക്കം നടക്കുക എന്നല്ലാതെ ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു എന്താ പറയുക രാഷ്ട്രീയമായ ഒരു പ്രതികരണം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് സത്യമാണ്. കാരണം ഇതുപോലുള്ള കൺസ്ട്രക്ഷൻസൊക്കെ വളരെ നന്നായി പല സംസ്ഥാനങ്ങളിലും നടത്തിയ ഒരു കേന്ദ്ര സർക്കാരാണത്. ആ സർക്കാർ കേരളത്തിൽ നടത്തുന്ന ഈ ഒരു പാത നിർമ്മാണം ഈ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നതിന് ഉത്തരവാദി കേന്ദ്ര സർക്കാർ തന്നെയാണ്. ഈ മണ്ണ് പരിശോധന പോലും നടത്താതെ ഒരു പാത നിർമ്മിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നത്. സർ, ഈ അപകടം ഉണ്ടായതിനു ശേഷം അവിടെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞത് ഇത്തരത്തിൽ അപാകത ഉണ്ടായിരുന്നു. നമ്മൾ തുടക്കം തൊട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അവർ കൃത്യമായി തന്നെ അത് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ റിപ്പോർട്ടിൽ പറയുന്നത് പോലെ ബേസിക് ആയിട്ടുള്ള ഈ മണ്ണ് പരിശോധന പോലും അവിടെ നടന്നിട്ടില്ല. അപ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. അപ്പോൾ ഇത് ശരിക്കും ആരായിരുന്നു ശ്രദ്ധിക്കേണ്ടിയിരുന്നത്? ഇത് ഈ കമ്പനിയെ മാത്രം കുറ്റം പറഞ്ഞ്, ഈ കരാറെടുത്തിരിക്കുന്ന കമ്പനിയെ മാത്രം കുറ്റം പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? അല്ല, ഇതിൽ ടെക്നിക്കലി ഇത് ദേശീയപാത നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ NHAI എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസിയാണ്. അപ്പോൾ സാങ്കേതികമായി അവർക്കാണ് ഉത്തരവാദിത്തം. പക്ഷേ അതേസമയം ഈ ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിർമ്മാണം പുരോഗമിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ, പ്രത്യേകിച്ച് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും നിരന്തരമായ അവകാശവാദം എന്തായിരുന്നു? അതിൻ്റെ പിതൃത്വം അവർ ഏറ്റെടുക്കുകയായിരുന്നു. കാരണം ഞങ്ങളുള്ളത് കൊണ്ടാണ് ഇത് നടപ്പിലാക്കുന്നത്. അതിനും ശരിയുടെ അംശങ്ങളുണ്ട്. എനിവേ, പക്ഷെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ NHAI നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്താണ്, അവർ നേരിട്ട് കൺസ്ട്രക്ഷൻ നടത്തുകയല്ല ചെയ്യുന്നത്, കോൺട്രാക്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൽ തന്നെ അഡാനിക്ക് കൊടുത്തത്, അദാനി കോട്ട് ചെയ്തതിന് എത്രയോ കുറഞ്ഞ തോക്ക് സബ് കോൺട്രാക്ട് കൊടുത്തു എന്നുള്ള ആരോപണം വേറെ വരുന്നുണ്ട്. എനിവേ, ഇത് നോക്കേണ്ട കാര്യം, ഈ കോൺട്രാക്ട് എടുത്ത ആളുകൾ അവരെന്താ ചെയ്യുന്നത്? ഇത് ഇത്ര 40 മീറ്ററോ 35 മീറ്റർ 40 മീറ്ററോ? എനിവേ, അവരെ ഏൽപ്പിച്ച പണി ഇത്ര മീറ്ററിൽ റോഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അവർ ആ പണി ചെയ്യുന്നു. ഈ പലയിടത്തുള്ള പ്രശ്നം അതാണ്. ആ പണി ചെയ്യുമ്പോൾ ആ റോഡ് ഉണ്ടാക്കാൻ വേണ്ടി അപ്പുറത്ത് വെട്ടി എടുക്കുന്നുണ്ട്. വലിയ കുന്നുകൾ ഉയർന്ന സ്ഥലം വെട്ടി താഴ്ത്തി, നിരപ്പുള്ള റോഡാണ്, വെട്ടി താഴ്ത്തി റോഡ് എടുക്കുകയാണ്. അവരുടെ ജോലി എന്താ? റോഡ് ഉണ്ടാക്കുക. അപ്പുറത്ത് 2 വശങ്ങളും വലിയ കുന്നുകൾ രൂപപ്പെടുകയാണ്. മണ്ണ് മാന്തി എടുത്തതിൻ്റെ കുന്നുകൾ രൂപപ്പെടുകയാണ്. അത് അവരുടെ ഉത്തരവാദിത്തമില്ല എന്നാണ് അവർ പറഞ്ഞാൽ എന്ത് ചെയ്യും? ഞങ്ങളുടെ പണി റോഡ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് മണ്ണ് ഇങ്ങോട്ട് ഇടിഞ്ഞ് വീഴുന്നു. അത് അവർക്ക് പ്രശ്നമല്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കഴിഞ്ഞ വർഷം നമ്മളെല്ലാവരും വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്താണ് മറ്റേ ശിരൂരിലെ മണ്ണപകടം. അത് ഇതേ ഹൈവേയിലാണെന്ന് മനസ്സിലാക്കണം. നമ്മളെ ഈ കോഴിക്കോട്ടെ എന്താ അയാളെ പേര്, അർജുൻ മരണപ്പെട്ട ആ അപകടം ഇതേ ഹൈവേ ആണത്. പൻവേൽ ടു കന്യാകുമാരി ഹൈവേ ആണല്ലോ. ഇതിൻ്റെ ഭാഗമായുള്ള സ്ഥലത്താണ് ഇത്രയും മാരകമായ മണ്ണിടിച്ചിലുണ്ടായിട്ട് ആ ലോറി അതിൻ്റെ പൊടി പോലും കണ്ടുപിടിക്കാനില്ലാത്ത വിധം ഒലിച്ചു പോയില്ലേ? എന്തുകൊണ്ടാണ്? അവിടെ കണ്ടില്ലേ ദൃശ്യങ്ങളിൽ, വെട്ടിത്താഴ്ത്തിയിരിക്കണം. സമാനമായ ഇത് നമുക്ക് പലയിടത്തും കാണാൻ പറ്റും. തളിപ്പറമ്പ് ഭാഗത്ത് പോയാൽ കാണാൻ പറ്റും, ചെറുവത്തൂർ ഭാഗത്ത് പോയാൽ കാണാൻ പറ്റും, ഈ തലശ്ശേരിക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഈ നോക്കൂ, ഇതുവരെ അത് നമ്മളിങ്ങനെ കാണുകയായിരുന്നു. ആദ്യമായിട്ട് ഈ ഒരു പാത, നിർമ്മാണത്തിലിരിക്കുന്ന പാത മഴയെ അഭിമുഖീകരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഒരു മഴക്കാലത്തെ എൻകൗണ്ടർ ചെയ്യുന്നത്. അപ്പോഴാണ് പുതിയ പല കാര്യങ്ങളും പ്രശ്നങ്ങളും മനസ്സിലായി വരുന്നത്. എന്തൊക്കെ പ്രശ്നങ്ങൾ? മണ്ണിടിഞ്ഞു താഴ്ന്നു, മണ്ണിട്ട് പൊക്കിയ റോഡുകൾ, ആ റോഡുകൾ താഴ്ന്നു പോകുന്നു, പരിസര പ്രദേശങ്ങളിലെ വീടുകൾ വെള്ളത്തിലാവുന്നു, ചെളി നിറയുന്നു. ഇതൊക്കെ ഗുരുതരമായ പ്രശ്നമാണ്. ഇപ്പോൾ ഒരു കാര്യം അമൃത ശ്രദ്ധിക്കണം. മുമ്പ് ഒരാൾ എൻ്റെ വീട് ഹൈവേ സൈഡിലാണ്, അല്ല എൻ്റെ വസ്തു ഹൈവേ സൈഡിലാന്ന് പറഞ്ഞാൽ അയാൾക്ക് അതൊരു വാല്യൂ ആയിരുന്നു, അതായത് അഭിമാനമായിരുന്നു. ഇന്നങ്ങനെ ഒരാൾക്ക് പറയാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഇത് നോ ആക്സസ് റോഡുകളാണ്, അല്ലെങ്കിൽ ആക്സസ് കൺട്രോൾഡ് റോഡുകളാണ്. അപ്പോൾ ഈ ഹൈവേയുടെ ഓരത്ത് ഒരാൾക്ക് വസ്തു ഉള്ളത് കൊണ്ട്, അല്ലെ വീടുള്ളത് കൊണ്ട് അതിന് പ്രത്യേകിച്ച് ഒരു വാല്യൂ ഇല്ല. റെയിൽവേ പാളത്തിനടുത്ത് വീടുള്ള അതേ അവസ്ഥയാണ്. കാരണം ആക്സസ് ഡിനൈഡ് ആയിട്ടുള്ള ഒരു ഹൈവേയുടെ സൈഡിൽ വസ്തു ഉണ്ടാകുന്നു. നേരത്തെ ഹൈവേ സൈഡിൽ ഉണ്ടായിരുന്ന വസ്തുവിന് വില കൂടുതലാണെങ്കിൽ ഈ ആക്സസ് ഡിനൈഡ് ആയിട്ടുള്ള ഹൈവേയുടെ സൈഡിൽ വസ്തുവിന് വില കുറയുക ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഹൈവേ കൊണ്ട് ഇത് വീട്ടിലേക്ക് വെള്ളം അടിച്ച് കയറുകയാണ്, ചളി ഇടിച്ച് കയറുകയാണെന്ന് വരുന്നതോടുകൂടി എന്താ സംഭവിക്കുക? ജനങ്ങൾ വലിയ കലിപ്പിലായി മാറും. അപ്പോൾ ഇതിലിങ്ങനത്തെ ഒരു രാഷ്ട്രീയ പ്രശ്നമുണ്ട്. കാരണം വെച്ചാൽ സംസ്ഥാന സർക്കാർ ഈ ഹൈവേ ആണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായി ഷോക്കേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അവർക്കത് തിരിച്ചടിയാകാൻ പോവുകയാണ് എങ്ങനെയാണെങ്കിൽ. കാരണം മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ. മഴ തുടങ്ങുമ്പോഴേക്ക്
എല്ലാ സ്ഥലത്തു നിന്നും പരാതികൾ, ഇതൊരു മഹാ ദുരന്തമായി മാറിയതിൻ്റെ അനുഭവങ്ങൾ എല്ലായിടത്തും വരികയാണ്. അപ്പോൾ അത് വരുമ്പോൾ അത് ഞങ്ങളുടെ പരിപാടിയില്ല, അത് നാഷണൽ ഹൈവേ കേന്ദ്ര സർക്കാരിനെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് മുമ്പ് നിൽക്കാൻ പറ്റില്ല. നന്ന ചുരുങ്ങിയത് കേരളത്തിലെ ജനങ്ങൾക്ക് സുരക്ഷിതത്വം കൊടുക്കുക എന്നുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തമല്ലേ? അപ്പോൾ ഈ ഹൈവേ കൊണ്ട് ഇവരുടെ സുരക്ഷിതത്വം നഷ്ടപ്പെടുകയാണ്. അതിനാര് മറുപടി പറയും? അപ്പം എന്നെ ചെയ്യാണ്, അവരാണ് കോൺട്രാക്ട് കൊടുത്ത്, ഗഡ്കരിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇത് ബ്ലെയിം ഗെയിം നടത്താതെ ഇത് പരിഹരിക്കുക എന്നുള്ളതാണ്. പക്ഷേ പരിഹരിക്കുക എന്ന് പറയുമ്പോൾ അത്ര എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പറഞ്ഞ മാതിരി സോയിൽ ടെസ്റ്റ് നടത്താൻ ഇത്ര വലിയൊരു പദ്ധതി നടപ്പിലാക്കിയതെങ്കിൽ, അതും കേരളം പോലെ ഇത്രയും നോക്കൂ മണ്ണിൽ ഈർപ്പമുള്ള സ്ഥലം, ധാരാളം മഴ പെയ്യുന്നൊരു സ്ഥലം, മറ്റ് സംസ്ഥാനങ്ങൾ നടത്തിയതുപോലെ ഇവിടെ നടത്താൻ പറ്റില്ല. അതങ്ങനെ തന്നെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഓരോ സ്ഥലത്തും കാലാവസ്ഥയും ഭൂമിയുടെയും മണ്ണിൻ്റെയും ഘടനയൊക്കെ വ്യത്യസ്തമാണ്. അതൊന്നും പരിശോധിച്ചിട്ടില്ലെന്നാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ കൂടുതൽ സങ്കീർണമാവുകയാണ് കാര്യങ്ങളെന്നാണ് എനിക്ക് തോന്നുന്നത്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പദ്ധതിയല്ല എന്ന് പറഞ്ഞ് മാറി നിന്ന് കഴിഞ്ഞാൽ കൂടുതൽ ഗുരുതരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും.